ക്രിസ്മസിനോടനുബന്ധിച്ച് സ്റ്റിമുലസ് പേയ്മെന്റിന്റെ മാതൃകയിൽ $1776 വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ മുഴുവൻ സൈനിക ഉദ്യോഗസ്ഥർക്കാണ് പ്രസിഡന്റിന്റെ ക്രിസ്മസ് ബോണസ് ലഭിക്കുക. വാരിയർ ഡിവിഡന്റ് എന്ന പേരിലാണ് തുക വിതരണം ചെയ്യുന്നതെന്നും ക്രിസ്മസിന് മുൻപ് തന്നെ ലഭിക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. വിലക്കയറ്റവും വീട്ടുവാടക വർധനവും അടക്കം അമേരിക്കക്കാർക്കിടയിൽ അതൃപ്തിക്ക് കാരണമാകുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത്. അമേരിക്കയിലെ ഏകദേശം 1.45 ദശലക്ഷം സൈനികർക്ക് വാരിയർ ഡിവിഡന്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയുടെ സ്ഥാപക വർഷമായ 1776 അനുസ്മരിക്കുന്നതിനും അവധി ദിനങ്ങൾക്ക് മുൻപ് സാമ്പത്തിക സഹായം നൽകുന്നതിനും വേണ്ടിയാണ് തുക വിതരണം ചെയ്യുന്നത്. ഇതിന് ഏകദേശം 1.8 ബില്യൺ മുതൽ $2.6 ബില്യൺ വരെ ചെലവ് വരുമെന്ന് കണക്കാക്കുന്നു. ഇത് താരിഫ് വരുമാനത്തിൽ നിന്നും റിപ്പബ്ലിക്കൻ നികുതി നിയമങ്ങളിൽ നിന്നും കണ്ടെത്തുമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. വാരിയർ ഡിവിഡന്റ് ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. US സൈനികരെ ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. പ്രത്യേക സൈനിക റാങ്കുകൾക്കും റിസർവ് വിഭാഗങ്ങൾക്കും ഇതിന് അർഹതയുണ്ട്. 2025 നവംബർ 30 വരെ കുറഞ്ഞത് 31 ദിവസമെങ്കിലും സജീവമായി സേവനമനുഷ്ഠിച്ച 0 മുതൽ 6 വരെ റാങ്ക് ഉള്ളവർക്കും അതിൽ താഴെയുള്ളവർക്കും റിസർവ് അംഗങ്ങൾക്കും തുക ലഭിക്കും. ഡിസംബർ 25 മുമ്പ് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴി പണം കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുക എങ്ങനെ വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. മുമ്പ് ഗവൺമെന്റ് ഷട്ട്ഡൌണിനിടെ സൈനികർക്ക് നൽകിയതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചേക്കാം. സൈനികരുടെ ത്യാഗങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ബോണസ് നൽകുന്നതെന്ന് ട്രംപ് പറഞ്ഞു. ഇത് സൈനിക കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ സഹായിക്കും. താരിഫുകളിലൂടെ വിചാരിച്ചതിലും കൂടുതൽ പണം സമ്പാദിച്ചു. ഇതിന് അർഹതയുള്ളത് സൈനികരെക്കാൾ മറ്റ് ആരുമില്ലെന്നും ട്രംപ് പറഞ്ഞു. ഏകദേശം 1,45,000 സൈനികർക്കും പണം ലഭിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് കൂട്ടിച്ചേർത്തു. നേരത്തെ ഉയർന്ന വരുമാനം നേടുന്നവർ ഒഴികെയുള്ള എല്ലാ അമേരിക്കക്കാർക്കും താരിഫ് ഡിവിഡന്റ് നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. സർക്കാരിന്റെ താരിഫ് നയങ്ങളുടെ ഫലമായി രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിച്ചെന്നും ഉയർന്ന വരുമാനം ഇല്ലാത്ത എല്ലാവർക്കും കുറഞ്ഞത് $2,000 വീതം ഡിവിഡന്റ് നൽകുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇത് അപ്രായോഗികമാണെന്ന് ചൂണ്ടിക്കാട്ടി സാമ്പത്തിക വിദഗ്ധർ രംഗത്ത് എത്തിയിരുന്നു. അതേസമയം പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ നീക്കം സൈനികരുടെ പിന്തുണ നേടാനുള്ള രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തലുണ്ട്. 2026 നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ തന്റെ പാർട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ഫെഡറൽ ചെലവുകൾ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ആയതിനാൽ ഇതിന്റെ ധനസ്രോതസ്സുകളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കോവിഡ് കാലത്ത് ട്രംപ് ഭരണകൂടം അമേരിക്കൻ നികുതിദായകർക്ക് $1,200 പിന്നീട് $600 സ്റ്റിമുലസ് പേയ്മെന്റ് വിതരണം ചെയ്തിരുന്നു. ജോ ബൈഡന്റെ ഭരണകാലത്തും $2,000 അധിക പേയ്മെന്റ് വിതരണം ചെയ്തിരുന്നു. അതേസമയം വിലക്കയറ്റം കാരണം പല അമേരിക്കക്കാരും അവധിക്കാല ഷോപ്പിങ്ങിനെ കുറിച്ച് ആശങ്കാകുലരായിരിക്കുകയാണ്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണെന്നാണ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ.